നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഫിസിക്സ് 23-ാം തീയതി പരീക്ഷ. ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. മാക്സിമം കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനൽ. പിന്നെ ഫ്ലൂയിഡ്സ് ആണെങ്കിലും മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ഡയമെൻഷൻസ് ആണെങ്കിലും എല്ലാം ഷോർട്ട് വീഡിയോസ് 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് മാത്രം കണ്ടുപിടിക്കുക. നോട്ട്സ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ 23-ാം തീയതിക്ക് ശേഷം ഈ ക്വസ്റ്റ്യൻസ് കണ്ടില്ല, ഈ ക്വസ്റ്റ്യൻസ് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് അത് പക്ഷേ അത് കാണാൻ പറ്റിയില്ല എന്ന് പറയേണ്ട അവസ്ഥ ഒരിക്കലും വരരുത്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. മാക്സിമം അതുകൊണ്ടാണ് പറയുന്നത്, ഷെയർ ചെയ്ത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് ഉറപ്പാണ്. അങ്ങനെ മാക്സിമം ഷെയർ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഹയർ സെക്കൻഡറി തുടങ്ങി 10-20-25 കൊല്ലമായെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചാൻസ് ഉള്ള അല്ലെങ്കിൽ അധ്യാപകർ ചോദിക്കാൻ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇട്ടേക്കാം എന്ന് തോന്നുന്ന ക്വസ്റ്റ്യനിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ക്വസ്റ്റ്യനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ പോകരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ഗ്രാവിറ്റേഷനകത്തെയാണ്. വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത്. ഓൾട്ടിറ്റ്യൂഡ്, വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്, അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. ഡെപ്തിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം. അതായത് സ്റ്റേറ്റ് ചെയ്യണമല്ലോ എന്താണ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫ്, അതിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ അങ്ങ് പഠിച്ചേക്കണം. ആപ്ലിക്കേഷനാണ് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്. അതിനകത്താണ് ഈ ടോറിസെല്ലീസ് തിയറവും വരുന്നത്. അങ്ങനെ പഠിക്കുമ്പം ഒരു വെടിക്ക് 3 വെട്ടി എന്ന് പറഞ്ഞാൽ അത് തീർത്തങ്ങ് പഠിക്കുക. ആപ്ലിക്കേഷൻ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡും ടോറിസെല്ലീസ് തിയറോടെ ചേർത്തങ്ങ് പഠിക്കുക. ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പ് ഇതിനകത്തെയാണ്, വേവ്സിനകത്തെയാണ്. മറ്റേത് ഫ്ലൂയിഡ്സ് ആണ് ബെർണോളിസ് തിയറം. ഓപ്പൺ പൈപ്പ് ആൻഡ് ക്ലോസ്ഡ് പൈപ്പ് ഇതിനകത്തെയാണ്, വേവ്സിനകത്തെയാണ്. അത് ഫിഗർ വരച്ച് വ്യക്തമായിട്ട് അതിൻ്റെ ഹാർമോണിക്സ് കൊടുക്കുക. 1:2:3 അല്ലെങ്കിൽ 1:3:5 ഓഡിയോ ഹാർമോണിക്സ്, ഈവൻ ഹാർമോണിക്സ് എന്നൊക്കെ ഉള്ളത്. പിന്നെ വാട്ട് ഈസ് മീൻ ബൈ പ്രൊജക്റ്റൈൽ, വെരി ഇമ്പോർട്ടൻറ്റ്. മോഷൻ എ പ്ലെയിൻ. പ്രൊജക്റ്റൈൽ എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് u cos θ, വെർട്ടിക്കൽ കമ്പോണന്റ് u sin θ. എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ഡെറിവേഷൻ ആണ്. മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഇതിൻ്റെ പ്രോബ്ലംസും മസ്റ്റായിട്ടും പഠിച്ചുകൊണ്ട് പോകണം. ബാങ്കിങ് ഓഫ് റോഡ്സ് ലോസ് ഓഫ് മോഷൻ്റെ ആണ്. അതിൻ്റെ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്താണ്? അതിൻ്റെ ഡിറൈവ് ചെയ്ത് v = √rg tan θ. മാക്സിമം പെർമിസിബിൾ സ്പീഡിനുള്ള v max = √rg tan θ പ്ലസ് μ/1 - μ tan θ. ആ രണ്ട് ഡെറിവേഷൻ നന്നായിട്ട് പഠിക്കുക. 6 പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ആദ്യത്തെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനകത്ത് ഒരേ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ, വ്യക്തമായിട്ട് പഠിക്കുക. ഡയമെൻഷൻസ് ഓഫ് ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇക്വേഷൻ ആർ സെയിം. ഒരു ജനറൽ എക്സാമ്പിൾ കൊടുക്കുക. എക്സാമ്പിൾ A = b + c if the dimension of A equal dimension of b equal dimension of c. This is principle of homogeneity of dimensions. യൂസസ് ഞാൻ ഉദ്ദേശിച്ചത് ഡയമെൻഷൻ്റെ യൂസസ് ഓഫ് ഡയമെൻഷൻസ്. അതാണ് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മസ്റ്റായിട്ട് ചോദിച്ചിരിക്കും, സംശയം വേണ്ട. പിന്നെ ഡിറൈവ് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ആ വീഡിയോ ഡിറൈവ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെല്ലാം ഡിസ്ക്രിപ്ഷനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. ഡിറൈവ് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ. v = u + at, s = ut + half at², v² = u² + 2s. ഇതൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ s = ut + half at² ഗ്രാഫിക്കലിയും പഠിച്ചേക്കണം. അതും ഒരുപാട് കൊണ്ട് ചോദിച്ചേക്കുന്നത്. ഗ്രാഫിക്കലി ഗ്രാഫ് വരച്ചിട്ട് അത് ഡിറൈവ് ചെയ്യാം. പിന്നെ തെർമോഡൈനാമിക്സിനകത്താണ് കാർനോട്ട് സൈക്കിൾ, ഗ്രാഫ്, പ്രോസസ്സ്. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. ആ കാർനോട്ട് സൈക്കിളിൽ പടം നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം. പിന്നെ ഡിറൈവ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്, വർക്ക് എനർജി പവറിനകത്തെയാണ്. അതിനകത്ത് തന്നെയാണ് ഫ്രീലി ഫോളിങ് ബോഡിയുടെ, അതായത് ഒരു ബോൾ എടുത്തിട്ട് 3 പൊസിഷനിലെ എനർജി, ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്നുള്ളൂ. ഫ്രീലി ഫോളിങ് ബോഡിയുടെ ഡെറിവേഷൻ പഠിച്ചു പോകണം. പിന്നെ ലോസ് ഓഫ് മോഷനകത്താണ് നമ്മൾ വേണ്ട, ഇതൊക്കെ നമുക്കറിയാം. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അതുപോലെ തന്നെ റീകോയിൽ ഓഫ് എ ഗൺ ഏതിൻ്റെയാണ്? തേർഡ് ലോയുടെ ആപ്ലിക്കേഷനാണ്. F = ma, പ്രൂവ് ദാറ്റ്. ഇതെല്ലാം ഇതുമായിട്ട് ചേർന്നങ്ങ് പഠിച്ചു പോകണം. ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെൻ്റ്, I = dp. ഈ 10 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് പഠിക്കുക. അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഇത്ര മാർക്കെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഒരു ലോജിക്കോടുകൂടി ക്വസ്റ്റ്യൻ എടുത്ത അധ്യാപകനാണെങ്കിൽ ഇതിന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് വരും. അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് തന്നിട്ട് ഇടുക. ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യും.
നിങ്ങൾ പ്ലസ് ടുക്കാർ അതുപോലെ ആവശ്യക്കാരായിരുന്നു, അതുപോലെ കമൻസ് ഇട്ടു, അതുപോലെ അതുപോലെ ഒരു സബ്സ്ക്രൈബ് ചെയ്തു, അതുപോലെ അവർ ഈ പറഞ്ഞ പോലെ നമ്മളെ എനർജറ്റിക് ആക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ നമ്മളിതാവും. നിങ്ങൾ അതുപോലെ ആയാൽ അടിപൊളിയായിട്ട് നമ്മൾ വീഡിയോസ് സൂപ്പറായിട്ട് വീഡിയോസ് ചെയ്ത് തരും. സിമ്പിൾ നോട്ട്സ് ഫ്രീ ആണ്. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇതെല്ലാം കാണുകയും ചെയ്യും. അന്നേരം നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഭാഷ നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.